السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله بنعمته تتم الصالحات. نحمده ونستعينه ونؤمن به ونتوكل عليه. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره الكافرون. صدق الله العلي العظيم. ഈ അനുഗ്രഹീത സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ അസിസ്റ്റൻ്റ് അമീർ ആരിഫ് അലി സാഹിബ്, വേദിയിലുള്ള തെലങ്കാന അമീർ മുഹ്തറം ഹാമിദ് മുഹമ്മദ് ഖാൻ സാഹിബ്, ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകത്തിൻ്റെ സുദീർഘമായ ഒരു കാലയളവിൽ നേതൃത്വം നൽകിയ ജമാഅത്തെ ഇസ്ലാമി ദേശീയ ഉപാധ്യക്ഷനായിരുന്ന നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ബഹുമാന്യനായ സിദ്ദീഖ് ഹസൻ സാഹിബ്, ഈ സമ്മേളനത്തിൻ്റെ സംഘാടകരായിട്ടുള്ള, ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ള തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള ഇതിൻ്റെ നായകന്മാരെ, ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദപ്പെട്ട നേതാക്കളെ, പോഷക സംഘടനകളുടെ ഉത്തരവാദപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ, നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. 2-2.5 മാസക്കാലത്തെ കഠിനമായ പ്രയത്നങ്ങൾ ഇസ്ലാമിൻ്റെ സന്ദേശം തൃശ്ശൂർ ജില്ലയുടെ മുക്കുമൂലകളിലെത്തിക്കാൻ ജീവാർപ്പണം ചെയ്ത് പണിയെടുക്കുകയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങൾ. ആ പ്രവർത്തനങ്ങളുടെ അതിലേറെ സന്തോഷകരമായിട്ടുള്ള ഈ ഒരു സന്ദർഭം നമ്മളെല്ലാവരും സന്തോഷിക്കുന്ന ഒരു സന്ദർഭമാണ്. നമ്മുടെ പ്രിയങ്കരരായ കാരണവന്മാർ രോഗം അവഗണിച്ച് പല പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടാണെങ്കിലും അവരൊക്കെ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. വേദിയിൽ സിദ്ദീഖ് ഹസൻ സാഹിബിൻ്റെ സാന്നിധ്യം നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുന്നു. അല്ലാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലെ പ്രബോധകരും പ്രവർത്തകരുമാണ് നമ്മൾ. ലിത്തഖൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ, അല്ലാഹുവിൻ്റെ കലിമത്ത് അതേറ്റവും ഉയരങ്ങളിലാവാനുള്ള കർമ്മഭൂമിയിലാണ് നമ്മളുള്ളത്. നാം തീരുമാനമെടുത്തിരിക്കുന്നു, നമ്മുടെ ജീവിതം
എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നതാവണം. നമ്മുടെ കർമ്മമണ്ഡലം ആദ്യം അവിടെ തന്നെയാണ്. നാം നമ്മളെ സമർപ്പിക്കുകയാണ് ഇസ്ലാമിൻ്റെ ശരിയായ സാക്ഷ്യത്തിനു വേണ്ടി. വ്യക്തി, കുടുംബ, സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും. സിബ്ഗത്തല്ലാ വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ വനഹ്നു ലഹു ആബിദൂൻ. അല്ലാഹുവിൻ്റെ വർണ്ണത്തിൽ നമ്മുടെ ജീവിതത്തെ മുക്കിയെടുക്കാൻ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മെ പഠിക്കാൻ, നമ്മെ മനസ്സിലാക്കാൻ നാം വിളിച്ചു ചേർത്തിട്ടുള്ള, ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടുള്ള വിശിഷ്ടാതിഥികളുണ്ട് ഇവിടെ. അവർ നമ്മെ പഠിക്കുകയാണ്. അവർ നമ്മോട് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. പലതരത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇസ്ലാമിക പ്രസ്ഥാനവുമായി വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്കുണ്ടെങ്കിലും ഇസ്ലാമിക പ്രസ്ഥാനത്തിന് നമ്മുടെ പ്രിയപ്പെട്ടവരായ ആ സഹോദരി സഹോദരങ്ങളോട് പറയാനുള്ളത്, ഏതളവിൽ നിങ്ങൾക്ക് ഇസ്ലാമിക പ്രസ്ഥാനത്തെ സഹായിക്കാൻ കഴിയുമോ ആ അളവിൽ നിങ്ങളുടെ സഹായം, നിങ്ങളുടെ പിന്തുണ, നിങ്ങളുടെ പിൻബലം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നാണ്. നിങ്ങളത് നൽകണം, നൽകിക്കൊണ്ടിരുന്നിട്ടുണ്ട്. നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്ന പലരും പല കാരണങ്ങളാൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട്. രോഗം കാരണം. നമുക്കൊക്കെ നമ്മേറെ സന്തോഷിപ്പിക്കുകയും നമുക്കൊട്ടേറെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ബഹുമാന്യനായ ഷക്കീർ സാഹിബ് തൃശ്ശൂരിലെ, അദ്ദേഹം രോഗശയ്യയിലാണ്. ഇങ്ങോട്ട് പോരുമ്പോൾ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹം നിങ്ങളോടൊപ്പമാണ്. സമ്മേളനത്തിൻ്റെ പരിപാടികൾ പൂർണ്ണമായും എനിക്ക് കേൾക്കണം, അത് കേൾക്കാൻ ആവശ്യമായ അവസരം ഒരുക്കി തരണം എന്ന് അദ്ദേഹം ICUവിൽ നിന്ന് ഇന്ന് റൂമിലെത്തിയ അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. റബ്ബ് നമ്മളിലെ രോഗികൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ യാത്രാസംഘത്തിൽ നിന്ന് ഒട്ടേറെ ആളുകൾ, നമുക്ക് മുന്നിൽ നടന്നവർ, നമുക്ക് വഴികാട്ടികളായവർ, ഒട്ടേറെ ആളുകൾ അല്ലാഹുവിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. സമ്മേളന പ്രവർത്തനങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പാവറട്ടി പെന്മേട് ഹൽക്കയിലെ പ്രവർത്തകൻ ഉമറലി പുളിക്കൽ, അദ്ദേഹം ഇന്നാണ് അല്ലാഹുവിലേക്ക് യാത്ര തിരിച്ചത്. കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ അദ്ദേഹത്തിന് മഅ്ഫിറത്തും മർഹമത്തും നൽകി അവൻ്റെ സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമ്മേളന പ്രവർത്തനങ്ങൾക്കിടയിൽ ആക്സിഡൻറ്റിൽ പെട്ടുപോയ ബഹുമാന്യനായ കുഞ്ഞ് മുഹമ്മദ് സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിന് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ, അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ച നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒട്ടേറെ സഹോദരീ സഹോദരങ്ങളുണ്ട്. അള്ളാഹുവെ, അവർക്കൊക്കെയും മഅ്ഫിറത്തും മർഹമത്തും നൽകി നിൻ്റെ സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങളുടെ സാന്നിധ്യം തീർച്ചയായും ഇസ്ലാമിക പ്രസ്ഥാനത്തിന് വലിയ പ്രതീക്ഷയാണ്. വലിയ തോതിൽ സഹോദരിമാർ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. അവർ ദീനിനെ സംബന്ധിച്ച് പഠിക്കുന്നവരാണ്. ആ മാർഗത്തിൽ പ്രവർത്തിക്കാൻ സന്നദ്ധകളാണ്. ഒരു ജനവിഭാഗത്തിൻ്റെ നവോത്ഥാനം എന്നത് ആ ജനവിഭാഗത്തിലെ സ്ത്രീകളുടെ നവോത്ഥാനമാണ് എന്ന് നമുക്കറിയാൻ കഴിയും. നമ്മുടെ വീടുകൾ, നമ്മുടെ കുടുംബങ്ങൾ,
നമ്മുടെ വരും തലമുറ, വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറ, അവരെ ശരിയായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കൽപ്പറ്റ ഒരു വിഭാഗം ദീനീ പ്രബോധന പ്രവർത്തന രംഗങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന സഹോദരിമാരുടെ ഒരു സംഘം നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും യുവതികളും യുവാക്കളും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ സമർപ്പിതരായി രംഗത്തുണ്ട്. തീർച്ചയായും ഇത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശം സ്വീകരിച്ചുകൊണ്ട്, ആ ആദർശം ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കളുടെയും ആദർശമാണ്. ഇഖാമത്തുദ്ദീൻ എന്ന മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ ദീനിനെ സ്ഥാപിച്ചു നിലനിർത്തുക. വ്യക്തിജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ ദീനിൻ്റെ സംസ്ഥാപനമാണ് നാം നമ്മുടെ ലക്ഷ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിലൂടെ നാം യഥാർത്ഥത്തിൽ നമ്മുടെ പ്രചോദനം, ഈ കർമ്മങ്ങളുടെയൊക്കെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ താല്പര്യം അള്ളാഹുവിൻ്റെ പ്രീതിയും പരലോകത്ത് സ്വർഗവും നേടിയെടുക്കണം. ആ തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മൾ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇസ്ലാമിൻ്റെ പ്രബോധനം, അള്ളാഹുവിൻ്റെ ദീനിനെ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് എത്തിച്ചു കൊടുക്കുക. ദീനിൻ്റെ അവകാശികൾ മുഴുവൻ മനുഷ്യരുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എല്ലാ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ് ഈ ദീൻ. ജാതിമതഭേദമന്യേ എല്ലാവർക്കും. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ്, ഹുദൽ ലിന്നാസ്, ഖുർആൻ അവതീർണമായ മാസം. അത് ജനങ്ങൾക്ക് സന്മാർഗമായിട്ടാണ്. എല്ലാ ജനങ്ങൾക്കും, മുഴുവൻ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ്. ഖുർആനിൻ്റെ അത് മനുഷ്യ സമൂഹത്തിൻ്റെ മുമ്പിൽ വെക്കുന്നത് നിങ്ങളുടെയൊക്കെ സൃഷ്ടികർത്താവ് ഒരുവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏകനായ പടച്ച തമ്പുരാനല്ലാതെ, പരമേശ്വരനല്ലാതെ, ദൈവം തമ്പുരാനല്ലാതെ മറ്റൊരു ദൈവവും ഇല്ല. ആ ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ക്ഷേമസമ്പൂർണമായ ഒരു ലോകത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ നിങ്ങൾ ശാശ്വതമായ പരലോക ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ. ആ ദൈവികമായ മാർഗനിർദ്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് മനുഷ്യൻ ഏത് കാലത്ത് എന്ന് ജീവിച്ചുവോ അന്നൊക്കെ അവന് ദുരിതം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വമൻ അഗ്റള അൻ സിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്ക. ആരെങ്കിലും എൻ്റെ ഉത്ബോധനങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവർക്ക് വളരെ കുടുസായ ജീവിതമാണുള്ളത്. ഇത് ദൈവികമായ മാർഗനിർദ്ദേശമാണ്. എല്ലാ മനുഷ്യരുടെയും സൃഷ്ടികർത്താവ് ഒരുവനാണ്. എല്ലാ മനുഷ്യരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്, ഏകോദര സഹോദരങ്ങളാണ്. ദൈവത്തിൻ്റെ ഏകത്വത്തോടൊപ്പം മനുഷ്യൻ്റെ ഏകത്വത്തെപ്പറ്റി ഇസ്ലാം സംസാരിക്കുന്നു. വർഗവർണ്ണ വൈജാത്യങ്ങളില്ല മനുഷ്യർക്കിടയിൽ. വല്ല പ്രത്യേകതകളുമുണ്ടെങ്കിൽ ആരാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കുന്നത്, അതാണ് മഹത്വത്തിൻ്റെ മാനദണ്ഡം. നമ്മുടെ രാജ്യവും ലോകവും ഇന്ന് വംശീയ മഹിമയുടെ പേരിൽ, ഉച്ചനീചത്വങ്ങളുടെ പേരിൽ
കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആദർശം അതിനെ നിരാകരിക്കുകയാണ്. അങ്ങനെ ഒരു വംശീയ മഹിമയില്ല. അമേരിക്കയിൽ ഈ ഏറ്റവും ഒടുവിലത്തെ പ്രസിഡന്റ് അധികാരമേൽക്കുമ്പോൾ ട്രംപ്, അദ്ദേഹം വെള്ളക്കാരുടെ ചേരിയിലേക്ക് ഭാഗത്തേക്ക് നോക്കിയിട്ട് നിങ്ങളെ ഞാൻ മറക്കുകയില്ല, വെള്ളക്കാരനെന്നോ കറുത്ത വർഗക്കാരനെന്നോ എത്യോപ്യനെന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യരൊക്കെ ഏകോദര സഹോദരങ്ങളാണ്, ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. ഈ ഉച്ചനീചത്വ വികാരങ്ങളെ ഇസ്ലാമിൻ്റെ സാഹോദര്യം ഉയർത്തിപ്പിടിച്ച് അഭിമുഖീകരിക്കണം എന്നാണ് നാം ഉദ്ദേശിക്കുന്നത്. നമുക്കതിന് സാധിക്കണം. ഇസ്ലാമിൻ്റെ സാഹോദര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരെയും ഏകോദര സഹോദരങ്ങളാണെന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, പ്രാക്ടിക്കൽ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ സാക്ഷികളായിട്ട് നമ്മൾ മാറുക. നാം ഉച്ചനീചത്വ വികാരങ്ങളെ ആ തരത്തിൽ ഖുർആനിൻ്റെ അധ്യാപനങ്ങളാണത്, അവ വെച്ചുകൊണ്ട് നേരിടാൻ നാം തീരുമാനിച്ചിരിക്കുന്നു. വർഗീയതയെ, വിഭാഗീയത അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു. അത് ഞാൻ എൻ്റെ കാലിൻ്റെ ചുവട്ടിലിട്ട് ചവിട്ടി താഴ്ത്തിയിരിക്കുന്നു. ലാ അസബിയ്യത ഫിൽ ഇസ്ലാം. പക്ഷപാതിത്വങ്ങളില്ല, വർഗീയതയില്ല. ആ വർഗീയതയെ വർഗീയത കൊണ്ട് നാം നേരിടുകയില്ല. വർഗീയതയെ മാനവികത കൊണ്ട് നേരിടണം എന്നാണ് നാം പ്രഖ്യാപിക്കുന്നത്. ഈ രാജ്യത്ത് സമാധാനപരമായിട്ടുള്ള ആദർശ പ്രബോധനത്തിൻ്റെ വഴിയാണ് നാം സ്വീകരിക്കുക. സമാധാനപരമായിട്ടുള്ള ആദർശ പ്രബോധനം ഭരണഘടന വകവെച്ചു തരുന്ന മൗലികമായ ആവശ്യമാണ്, മൗലികാവകാശമാണ്. അതിനെ നിരാകരിക്കാൻ ആർക്കും അവകാശമില്ല. മതം മാറ്റുകയല്ല, ആദർശം മാറ്റുകയല്ല, ആദർശം മാറുകയാണ് ഉണ്ടാവുന്നത്. മതം മാറ്റുക എന്നതിനെ നാം അംഗീകരിക്കുന്നില്ല. ആദർശമെന്ന് പറയുന്നത് അത് മാറാൻ പാടില്ലാത്തതാണ് എന്ന് ശഠിക്കുന്നത് ആദർശപരമായ പാപ്പരത്വമാണ്. തങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാത്തവരാണ് അങ്ങനെ പറയുക. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി യാതൊന്നും സമർപ്പിക്കാനില്ലാത്തവരാണ് ആദർശം മാറാൻ പാടില്ല എന്ന് ശഠിക്കുക. ആദർശമെന്ന് പറയുന്നത് പ്രപഞ്ചം, മനുഷ്യൻ, ജീവിതം, ഇതിനെ സംബന്ധിച്ച മൗലികമായ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് മാറാൻ മനുഷ്യന് അവകാശമുണ്ട്. മതപ്രബോധനമെന്നത്, ആദർശ പ്രചരണമെന്നത് ജനാധിപത്യ സമൂഹത്തിൻ്റെ ഉത്കൃഷ്ടമായ ലക്ഷണമാണ്. ആദർശ സംവാദങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ഒരു ജനാധിപത്യ ജനത എന്ന് പറയുന്നത്. എല്ലാം അടച്ചുപൂട്ടി വെക്കുന്നവരല്ല അവർ. ആദർശ സംവാദങ്ങൾ ഉൾക്കൊള്ളാൻ സർഗാത്മകമായ അന്തരീക്ഷത്തിൽ സൗഹൃദമായിട്ടുള്ള ആദർശ സംവാദങ്ങൾ നമ്മുടെ രാജ്യത്തു നടക്കട്ടെ. മതദർശനങ്ങൾ, പ്രത്യയ ശാസ്ത്രങ്ങൾ, ചിന്താ പ്രസ്ഥാനങ്ങൾ, മാനവരാശിയുടെ വിമോചനത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രത്യയ ശാസ്ത്രങ്ങൾ, ചിന്താധാരകൾ, മതപരമായ കാഴ്ചപ്പാടുകൾ, ദർശനങ്ങൾ ചിന്തിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ അത് സമർപ്പിക്കട്ടെ. എന്നിട്ട് നമുക്ക് സമാധാനപരമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് നമുക്ക് സംവാദങ്ങളാകാം, ചർച്ചകളാകാം. അത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, മനുഷ്യരെ ഏകോപിപ്പിക്കാനുള്ള ഒന്നാണ്. ബഹുസ്വരതയുടെ അനിവാര്യമായ തട്ടമാണത്. പ്രിയമുള്ളവരെ, ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഇന്ന് ലോകത്ത്, നമ്മുടെ രാജ്യത്തും, ഇന്ന് ജീവിക്കുന്നവർക്ക് മാത്രമല്ല, അതിൻ്റെ 6 ഇരട്ടി ആളുകളുണ്ടെങ്കിലും അവർക്കൊക്കെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ ലോകത്തുണ്ട്.
ആ വിഭവങ്ങളുടെ ശരിയായ അർത്ഥത്തിലുള്ള ശേഖരണമോ വിതരണമോ നടക്കുന്നില്ല എന്നതാണ് മൗലികമായിട്ടുള്ള പ്രശ്നം. നമുക്കറിയാം, എല്ലാ അങ്ങേയറ്റം പ്രതിസന്ധിയിലകപ്പെട്ടിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിലെ കോർപ്പറേറ്റുകളുടെ, കുത്തക മുതലാളിമാരുടെ, അതിസമ്പന്നരുടെ, അവർക്ക് വേണ്ടി 1,14,000 കോടി രൂപ ഭരണകൂടം എഴുതിത്തള്ളുകയാണ്. അത് ഈ നാട്ടിലെ 130 കോടി ദരിദ്രനാരായണന്മാരുടെ സമ്പത്താണ്. അദാനിക്ക് 1,00,000 കോടി രൂപ അനുവദിക്കുകയാണ്. പട്ടേൽ പ്രതിമ ഉണ്ടാക്കാൻ 3,000 കോടി രൂപ ചെലവിടുകയാണ്. ശിവാജി പ്രതിമക്ക് 3,600 കോടി ചെലവിടുകയാണ്. ഗംഗാജലം ശുദ്ധീകരിക്കാൻ 20,000 കോടി രൂപ ചെലവിടുകയാണ്. ഏറ്റവും ഒടുവിൽ പശുവിനും പോത്തിനുമൊക്കെ ആധാർ കാർഡ് ഉണ്ടാക്കാനാണത്രേ 148 കോടി രൂപ. ഈ രാജാവ് വിഡ്ഢിയാണ് എന്ന് പറയാൻ ഇവിടെ ആരുമില്ലേ? എങ്ങോട്ടാണ് ഈ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് സുഭിക്ഷമായ ഒരു ഇന്ത്യയെ സൃഷ്ടിക്കാൻ നമുക്കാകുമായിരുന്നു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പിറ്റേ ദിവസം മുതൽ അച്ഛാദിൻ എന്ന് പ്രഖ്യാപിച്ചവർ എവിടെയാണിപ്പോൾ ഉള്ളത്? അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേക്ക് കുട്ടികൾ ഞെട്ടിത്തെരിക്കുകയാണ്, ഉറക്കിൽ നിന്ന് നെട്ടിയുണരുകയാണ്. മേരാ പ്യാരാ ദേശവാസിയും എന്ന് കേൾക്കുമ്പോഴേക്ക് അവർ ഞെട്ടലോടുകൂടിയാണ് അതിനെ കേട്ടുകൂടിയിരിക്കുന്നത്. പ്രിയപ്പെട്ട നാട്ടുകാരെ എന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇവിടെയാണ് നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ സമ്പത്തിനെ ശരിയായ അർത്ഥത്തിൽ ശേഖരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിൽ സുഭിക്ഷമായ ഒരു ഇന്ത്യയെ സൃഷ്ടിക്കാൻ, സുഭിക്ഷമായ ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ഇവിടെയുണ്ട്. ആകാശം ആരോടും പിശുക്ക് കാണിച്ചിട്ടില്ല, ഭൂമി ആരോടും പിശുക്ക് കാണിച്ചിട്ടില്ല. മുസ്ലിം സമൂഹത്തോട് നമ്മൾ പറയുന്നു, നിങ്ങൾ സത്യത്തിൻ്റെ യഥാർത്ഥ സാക്ഷികളായിട്ട് മാറണം. ഷഹാദത്ത് ഹക്ക്, ഇസ്ലാമിനെ നിങ്ങൾ പ്രതിനിധീകരിക്കണം. ഇസ്ലാം സന്തുലിതമാണോ എന്ന പ്രമേയവുമായിട്ട് സമുദായത്തിലേക്ക് വരുമ്പോൾ നാം പറയുന്നത് ഇസ്ലാമിൻ്റെ ശരിയായ പ്രതിനിധാനം, മുസ്ലിം സമൂഹത്തിൻ്റെ സംസ്കരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു അജണ്ടയാണ്, മുഖ്യ അജണ്ടയാണ്. അവരുടെ സംരക്ഷണവും അവരുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനവും ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖ്യ അജണ്ടയാണ്. ബഹുമാന്യനായ സിദ്ദീഖ് ഹസൻ സാഹിബ് തുടങ്ങി വെച്ച് ആരിഫ് അലി സാഹിബ് ഇപ്പോൾ അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷൻ 2026 നമുക്കറിയാം. ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ അവരുടെ പുരോഗതി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബൃഹത്തായ പദ്ധതികളാണ്. സമുദായത്തിൻ്റെ പുരോഗതി, മുസ്ലിം സമൂഹത്തിൻ്റെ ഐക്യം മർമ്മപ്രധാനമാണ്. പരസ്പരം കശപിശ കൂടേണ്ടവരല്ല നിങ്ങൾ, അന്യോന്യം ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തേണ്ടവരല്ല നിങ്ങൾ, മറിച്ച് നിങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ടവരാണ്. ഒന്നിച്ചു നിൽക്കുന്നത് സാമുദായികമായ താല്പര്യങ്ങൾക്കല്ല, മറിച്ച് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി, മനുഷ്യ സമൂഹത്തിൻ്റെ നന്മക്ക് വേണ്ടി. ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്തെ കാണുന്നു ബലദൻ ആമിന, നിർഭയമായ ഒരു രാജ്യത്തിൻ്റെ സൃഷ്ടി, സമാധാനമുള്ള ഒരു രാജ്യത്തിൻ്റെ സൃഷ്ടി, ക്ഷേമസമ്പൂർണമായ ഒരു രാജ്യത്തിൻ്റെ സൃഷ്ടി. ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ ഏതോ ഗ്രാമത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ്. ഇന്നലെ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ട്രംപ് അധികാരത്തിൽ വരികയായിരുന്നു. ലോകമൊന്നാകെ, നമ്മുടെ കുഗ്രാമങ്ങളിൽ വരെ അമേരിക്കയുടെ ഇലക്ഷൻ സ്വാധീനം ചെലുത്തുകയുണ്ടായി. പ്രാർത്ഥിക്കുകയായിരുന്നു അദ്ദേഹം അധികാരത്തിൽ വരരുത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ തികഞ്ഞ വംശവെറിയൻ,
ഇലക്ഷൻ പ്രചരണ യോഗങ്ങളിൽ അദ്ദേഹം അമേരിക്കക്കാരോടായി ചോദിക്കുകയാണ്, നമ്മൾ അണുബോംബ് കയ്യിലുള്ളവരാണ്, നമ്മൾ അണുബോംബ് കയ്യിലുണ്ടായിരുന്നിട്ട് എന്തു കാര്യം? അതിനെ പ്രയോഗിക്കാൻ കഴിയേണ്ടതില്ലേ? അതിനെ പ്രയോഗിക്കുന്നവനായിരിക്കും ഞാൻ യുദ്ധങ്ങളെ പ്രണയിക്കുന്നവനാണ്. മുസ്ലിമീങ്ങളെ ഈ രാജ്യത്തിലേക്ക് കയറ്റുകയില്ല. എന്തെല്ലാം പ്രഖ്യാപനങ്ങളാണ്! സ്ത്രീവിരുദ്ധമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ. മെക്സിക്കോയിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ള 1.5 കോടിയോളം വരുന്ന ജനവിഭാഗങ്ങളെ അമേരിക്കയിൽ നിന്ന് നാടുകടത്തും. യഥാർത്ഥത്തിൽ മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം സാമ്രാജ്യത്വ ശക്തികൾ അവരത് മുമ്പേ തുടങ്ങി വെച്ച കാര്യം. 2 അജണ്ടകളാണ് അവർ മുസ്ലിം ലോകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരുന്നിട്ടുള്ളത്. അത് ക്ലിന്റൺ ആണെങ്കിലും ജോർജ് ബുഷ് ആണെങ്കിലും ബറാക് ഹുസൈൻ ഒബാമയാണെങ്കിലും ഒക്കെ നടപ്പിലാക്കിയതായിരുന്നു. ഒന്നാമത്തെ അജണ്ട മുസ്ലിമീങ്ങളുടെ സ്വത്തുകൊണ്ട്, മുസ്ലിം രാജ്യങ്ങളുടെ സ്വത്തുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും നശിപ്പിക്കണം. രണ്ടാമത്തെ അജണ്ട മുസ്ലിം ലോകത്തിന്റെ സ്വത്തുകൊണ്ട്, ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും സ്വത്തുകൊണ്ട് തങ്ങൾക്ക് ജീവിക്കണം. അതാണ് അവർ നടപ്പിലാക്കിയത്. ഇന്ന് മുസ്ലിം ലോകത്ത് അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, ലിബിയ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളെ അവർ നിലംപരിശാക്കി. ലോകത്തെല്ലായിടത്തും ജനാധിപത്യത്തെപ്പറ്റി സംസാരിക്കുന്നവർ അവർക്ക് ഈജിപ്തിൽ ജനാധിപത്യം വേണ്ട, അവർക്ക് അൾജീരിയയിൽ ജനാധിപത്യം വേണ്ട. ഇപ്പോൾ പ്രസിഡന്റായി സ്ഥാനത്ത് വന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് ലോകതലത്തിൽ നിന്ന് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ മുരട് തുള്ളിക്കളയും. അവർ ഇസ്ലാമിക തീവ്രവാദം എന്ന് വിളിക്കുന്നത് ഇസ്ലാമിനെയാണ്. വല്ല തീവ്രവാദവും ഉണ്ടെങ്കിൽ അതിനു ജന്മം നൽകിയത് അവരായിരുന്നു എന്ന് കാണാൻ കഴിയും. ഇസ്ലാമിനെ നശിപ്പിക്കുമെന്ന് ഒരു നാഗരികതയുടെ അദ്ദേഹത്തോട് നമുക്ക് പറയാനുള്ളത്, മിസ്റ്റർ ട്രംപ്, താങ്കൾക്ക് ഇസ്ലാമിനെ നശിപ്പിക്കുക സാധ്യമല്ല. താങ്കളിലൂടെ അമേരിക്കയുടെ ശത്രുക്കൾ അമേരിക്കയുടെ അന്തകരെ കാണുകയാണ് താങ്കളിലൂടെ. അമേരിക്ക മുതലാളിത്ത സംസ്കാരം യഥാർത്ഥത്തിൽ അത് അസർ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. പോക്കുവെയിലിന്റെ ചൂടാണ് അതിന്ന് ലോകത്തിന്റെ മുമ്പിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വകദാലിക ജഅൽനാ ഫീ കുല്ലി ഖറിയത്തിൻ അകാബിറ മുജ്രിമീഹാ ലിയംകുറൂ ഫീഹാ വമാ യംകുറൂന ഇല്ലാ ബിഅൻഫുസിഹിം വമാ യശ്ഉറൂൻ. നാഗരികതകളുടെ ഉദ്ധാന പതനങ്ങളെ പറ്റി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഒരു നാഗരികത നാശത്തിലേക്ക് നീങ്ങുമ്പോൾ അവിടുത്തെ കൊടും കുറ്റവാളികൾ അവിടെ അധികാരത്തിലെത്തും. എന്നിട്ട് അവിടെ അവർ പലതരത്തിലുള്ള കുതന്ത്രങ്ങളെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കും. വമാ യംകുറൂന ഇല്ലാ ബിഅൻഫുസിഹിം. യഥാർത്ഥത്തിൽ അവരവരോട് തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ കുതന്ത്രങ്ങളുടെ റിസൾട്ട് യഥാർത്ഥത്തിൽ അവരെയാണ് ബാധിക്കാൻ പോകുന്നത്. ഇസ്തിക്ബാറൻ ഫിൽ അർദ് വലാ യഹീകുൽ മക്റു സയ്യു ഇല്ലാ ബി അഹ്ലിഹി ഫഹൽ യൻദുറൂന ഇല്ലാ സുന്നത്തൽ അവ്വലീൻ ഫലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീലാ വലൻ തജിദ ലിസുന്നത്തില്ലാഹി തഹ്വീലാ. ഭൂമിയിൽ അഹങ്കാരം നടിച്ച്, ഹുങ്ക് നടിച്ച്, എല്ലാം ഞാനാണ് എന്ന് പ്രഖ്യാപിക്കുന്നവരുടെ ശവപ്പറമ്പാണ് പ്രിയമുള്ളവരെ ഈ ഭൂമി. നിങ്ങൾക്ക് സാധ്യമല്ല. ഇസ്ലാമിനെ നശിപ്പിക്കാൻ, ഇസ്ലാമിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ നിങ്ങൾക്കൊരിക്കലും സാധ്യമല്ല. അതേ അവസരത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും, കഷ്ടപ്പാടുകൾ ഉണ്ടാകും. ലക്ഷങ്ങളെ നിങ്ങൾ കൊന്നൊടുക്കി എന്ന് വന്നേക്കാം.
ഈ ആദർശത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ നിങ്ങൾക്കൊരിക്കലും ആവുകയില്ല. അതേ അവസരം ഇസ്ലാമിൻ്റെ വക്താക്കൾ കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികളെ മനസ്സിലാക്കി തങ്ങളുടെ ദൗത്യം നിർവഹിക്കാൻ അവർ തയ്യാറാവുക എന്നതാണ് യഥാർത്ഥത്തിൽ മർമ്മപ്രധാനമായിട്ടുള്ളത്. ഇവിടെയും ചക്കിക്കൊത്ത ചങ്കരൻ എന്ന സ്വഭാവത്തിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെയും സ്ഥിതിഗതികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി, ഈ നാട് ഉയർത്തിപ്പിടിച്ച അതിമഹത്തായ മൂല്യങ്ങളെ നിരാകരിച്ചുകൊണ്ട് നാനാത്വത്തിലെ ഏകത്വം, ഒരു മലർവാടിയിൽ വിരിഞ്ഞു നിൽക്കുന്ന വ്യത്യസ്ത പുഷ്പങ്ങൾ, അങ്ങനെ തുടങ്ങിയ മഹത്തായ മൂല്യങ്ങളെ തകർക്കാൻ അതിനോട് യുദ്ധം ചെയ്തുകൊണ്ടാണ് രാജ്യത്ത് അസഹിഷ്ണുത വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭരണകൂട വിഭാഗത്തിൻ്റെ ഭാഷയായി അസഹിഷ്ണുത മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉദ്ഘാടനത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നത് ഫാസിസത്തെ പ്രതിരോധിച്ചുകൊണ്ടാണ്, ഫാസിസത്തിനെതിരിൽ യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ്, വർദ്ധിച്ച തോതിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വാങ്ങിക്കൊണ്ടാണ് അവരധികാരത്തിൽ വന്നിട്ടുള്ളത്. അതിനാൽ ഫാസിസത്തിന്റെ കടന്നാക്രമണങ്ങളിൽ നിന്ന് കേരളീയ സമൂഹത്തെ, വിശിഷ്യ അതിലെ ന്യൂനപക്ഷത്തിന് സംരക്ഷണം തീർക്കേണ്ടത് കേരളത്തിലെ ഭരണകൂടത്തിന്റെ ജനങ്ങളോട് ചെയ്ത വാഗ്ദാനത്തിന്റെ അനിവാര്യമായ ഭാഗമാണ്. NIA ആണ് UAP നടപ്പിലാക്കുന്നത് എന്ന് പറഞ്ഞ് തടിയൂരാൻ അവർക്ക് സാധ്യമല്ല. നീതിരഹിതമായിട്ടാണ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്വാതി പ്രാജിയാണെങ്കിലും പ്രമോദ് മുത്തലിക്കാണെങ്കിലും അതുപോലെ നമ്മുടെ ടീച്ചറാണെങ്കിലും, പേര് ഞാൻ പറയുന്നില്ല, അവർക്കൊക്കെ എന്തും പ്രസംഗിക്കാം. ഇരട്ട നീതിയാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വന്നാൽ ഇടതുപക്ഷ ഭരണകൂടം യഥാർത്ഥത്തിൽ അവരുടെ ദൗത്യം നിർവഹിക്കുന്നില്ല എന്നവർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നാം അധികം ചോദിക്കുന്നില്ല, നീതിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. കുറ്റവാളികളെ വെറുതെ വിടണം എന്ന് നമുക്ക് അഭിപ്രായമില്ല. രാജ്യത്തെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കണമെന്ന് നമുക്ക് അഭിപ്രായമില്ല. നീതി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അവിടെ ഭരണകൂടം അതിൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കണം. ഇവിടെ വർഗീയതയും വിഭാഗീയതയും വംശീയതയും പകർത്തിക്കൊണ്ട് ലോകത്തൊരാൾക്കും അധികം ഞെളിയാൻ സാധ്യമല്ല എന്നതിന് ചരിത്രം സാക്ഷിയാണ്. ട്രംപാണെങ്കിലും മോഡിയാണെങ്കിലും മനസ്സിലാക്കണം, ഇതിനേക്കാൾ വലിയ തീവ്രദേശീയതയുടെ വികാരങ്ങൾ ആളിക്കത്തിച്ചോ പലരും അധികാരം വാണിട്ടുണ്ടോ. അവരുടെ ശവപ്പറമ്പാണ് ഈ ലോകം. ഹിറ്റ്ലർ ലോകത്തെണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ലോകത്തെ രക്ഷിക്കാൻ 3 മാർഗങ്ങളേ ഉള്ളൂ. ഒന്നാമത്തെ മാർഗം ഹിറ്റ്ലറാണ്, രണ്ടാമത്തെ മാർഗം ഹിറ്റ്ലറാണ്, മൂന്നാമത്തെ മാർഗം ഹിറ്റ്ലറാണ്. ആ ഹിറ്റ്ലർ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെട്ടത് നിങ്ങൾ വായിക്കണം. ലോകത്തേതാണ്ട് 2/3 ഭാഗത്ത് ശക്തമായ സ്വാധീനവും 1/3 ഭാഗത്ത് വ്യക്തമായ അധികാരവും ഉണ്ടായിരുന്ന കമ്മ്യൂണിസം എന്തേ അതിന് ചരിത്രത്തിൽ സംഭവിച്ചു പോയത്? ഞാൻ പറയുന്നത് ഇതൊന്നും അധിക നാൾ നിലനിൽക്കാൻ പോകുന്ന ഒന്നല്ല. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹ് ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹു. അവർ വിചാരിക്കുന്നു അല്ലാഹുവിന്റെ പ്രകാശത്തെ അവരുടെ വാഗൊണ്ട് ഊതിക്കെടുത്താമെന്ന്. അല്ലാഹു വിസമ്മതിക്കുന്നു. പടച്ച തമ്പുരാൻ അത് അംഗീകരിക്കാൻ പോകുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ അതിനെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഇത് വെല്ലുവിളിയുടെ ഭാഷയല്ല. മനുഷ്യ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നാം നിലകൊള്ളുന്നത്. നിറഞ്ഞ ഗുണകാംക്ഷയോടുകൂടി രാജ്യത്തിലെ മുഴുവൻ സഹോദരീ സഹോദരങ്ങളെയും നാം സമീപിക്കാൻ ബാധ്യസ്ഥരാണ്.
നാടിൻ്റെ നന്മ, സമൂഹത്തിൻ്റെ നന്മ അതുയർത്തിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ മഹിതമായ സന്ദേശങ്ങളുമായി ജനപദങ്ങളിലേക്ക് കൂടുതൽ കരുത്തോടുകൂടി രംഗത്തിറങ്ങാൻ ഈ സമ്മേളനം നമുക്ക് പ്രചോദനമാകണം. നമുക്ക് ഉത്തരവാദിത്തമുണ്ടോ? കേരളീയ മുസ്ലിം സമൂഹം വർദ്ധിച്ച തോതിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തെ അംഗീകരിക്കുന്നു എന്നതിൻ്റെ അതിമഹത്തായ സന്ദേശമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ജില്ലാ സമ്മേളനങ്ങളും പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്ന മഹത്തായ മെസ്സേജാണ്. സമുദായത്തിനകത്ത് ഈ ഒരു സന്ദേശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ ദൗത്യ നിർവഹണത്തിന് അവരെ പ്രാപ്തരാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു നല്ല രാജ്യത്തെ സൃഷ്ടിക്കാൻ, ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിക്കാൻ, സമത്വ സുന്ദരമായിട്ടുള്ള ഒരു ലോകത്തെ പണിയാൻ, നമുക്കൊന്നിച്ചു പണിയെടുക്കാൻ ഈ രാജ്യത്തിലെ നന്മേച്ചുക്കളായ മുഴുവൻ ആളുകളെയും ഒന്നിച്ചണിനിരത്താൻ നമുക്ക് കഴിയണം. വർഗീയതയെയും ഫാസിസത്തെയും രാജ്യത്തിൻ്റെ പൊതുശത്രുവാണത്. അതിനെതിരായി പോരാടാൻ രാജ്യത്തിലെ നന്മേച്ചുക്കളായ ഒട്ടേറെ വിഭാഗങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ രാജ്യത്തിൻ്റെ മുത്തുകളാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അവരുടെ പ്രവർത്തനങ്ങളെ അവരോടൊപ്പം നിന്നുകൊണ്ട്, അവരോട് സഹകരിച്ചുകൊണ്ട് രാജ്യത്തെ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളെ മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം അതിനഭിമുഖീകരിക്കും. ഈ അർത്ഥത്തിൽ ഈ സമ്മേളനത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധ്യമാകണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒടുവിൽ പറയാനുള്ളത് ആദ്യം പറഞ്ഞ ഒരു കാര്യമാണ്. ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ഞങ്ങളുടെ വിശിഷ്ടരായ സഹോദരീ സഹോദരങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അതിഥികൾ, നിങ്ങൾ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് തീർച്ചയായും നിങ്ങൾ ആവശ്യമുണ്ടോ? ഇസ്ലാമിക പ്രസ്ഥാനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമുഖമായ അതിൻ്റെ കർമ്മപദ്ധതികളിൽ നിങ്ങളുടെ സഹകരണം കൂടിയേ തീരൂ. അത് ഞങ്ങൾക്കുണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ദുനിയാവിൽ നല്ല പ്രതികരണങ്ങൾ, പരലോകത്ത് മഹത്തായ പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. അല്ലാഹുമ്മ റബ്ബന അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.